ഹലോ, നമ്മളെ വീടിലെ നമ്മുടെ ഗാർഡനിലെ കുറച്ച് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഇത് കണ്ടോ നിങ്ങൾ? ഇത് ആമ്പലല്ല, പൂവല്ല, ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന സാധനമാണത്. കുറച്ചുകൂടെ മുകളിലേക്ക് വരും. കുറച്ചും കൂടെ ചന്തമുണ്ട്. അത് ഫ്രീ തന്നാണ് എനിക്ക്. തൃശ്ശൂരിലെ ചേച്ചി ഫ്രീ തന്നാണ്. തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങാൻ പോയപ്പോൾ ചേച്ചി ഫ്രീ തന്നാണെന്ന്. അതൊക്കെ വാങ്ങിയപ്പോൾ നന്നായിട്ട് ഇല്ലയോ അത് മുകളിലേക്ക് വന്നല്ലേ അറിയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ കാണാത്ത മുമ്പ് നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളതുപോലെ വിരിഞ്ഞ് വരില്ല. മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്ന് കുറച്ചാവുള്ളൂ. ഇത് അന്ന് വിരിഞ്ഞ് കണ്ടില്ലേ നിങ്ങൾ? ചുവപ്പ് ഏത്? അത് മാറി പറഞ്ഞാൽ എങ്ങനെ മാറണ്? ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ കണ്ടില്ലേ, മൊത്തം നമ്മുടെ ഈ പുഴുക്കൾ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മുട്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അവരെയൊക്കെ പിടിച്ചിട്ട് അവിടെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അതിനകത്ത് ഉണ്ടോ എന്നറിയില്ല. അതിനകത്തുള്ള ചെടികളും കാര്യങ്ങളൊക്കെ അത് തിന്ന് നശിപ്പിച്ചിരിക്കുകയാണ്. അത് പുഴു. ഇതുണ്ടോ ഈ സാധനം? ഇതുണ്ടോ ചെടി തിന്നണോ? അതിനൊക്കെ പിടിച്ചിട്ട് പൂമ്പറ്റാവൂല്ലേ അത്? അപ്പം അതിനെ തീറ്റ കൊടുത്തിട്ട് വെച്ചാണ്. ശരിക്കും പൂമ്പറ്റാവും. പിന്നെ നമ്മുടെ അമേരിക്കൻ മരമുണ്ടല്ലേ, ഇഷ്ടം പോലെ പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പൂ ആക്ച്വലി ഇങ്ങനെയല്ല കേട്ടോ. ശരിക്കൊരു പിങ്ക് കളർ. വെയിലും കൂടെ അടിക്കും, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. കുറച്ചും കൂടെ പിങ്ക് കളർ ഉണ്ടാവും ഇതിൻ്റെ ചെടിക്കൊക്കെ. അതിനകത്തൊരു പൂമ്പാറ്റയൊക്കെ വന്നിരിക്കുന്നുണ്ട്. സെറ്റാണ് കേട്ടോ. അപ്പം ഇതിനകത്തൊരു പിങ്ക് കളറും കൂടെ വരും. പക്ഷേ ഇതെന്താണെന്നറിയില്ല. ഇതിൻ്റെ വെള്ളം തീരില്ല കേട്ടോ. വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട് പണി ഇതേ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരവിടെ പോസ്റ്റും കാര്യങ്ങൾ അങ്ങോട്ട് എടുത്തിരിക്കുക. അതെ. പിന്നെ നേരെ പോകണം നമ്മുടെ ചന്ദ്രഭാഗ കേട്ടോ. ഇത് ഈ കാണുന്നത് ആണ് നമ്മുടെ ചന്ദ്രഭാഗ. അങ്ങനെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു മുട്ടുണ്ട്, വലിയ മുട്ടാണ്. അതേ ഇവിടെ ഒരു ചെറിയ മുട്ട വരുന്നുണ്ട്. അത് നല്ല രീതിക്ക് വലുതായി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രഭാഗ. പിന്നെ നമ്മുടെ യെല്ലോ പിയോണി ഇതേ ഇവിടെ നിൽക്കുന്നുണ്ട്. യെല്ലോ പിയോണി നാളേക്ക് വിരിയും തോന്നുന്നു കേട്ടോ. ഒരാളിവിടെ ഒടിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയായിരുന്നു. നമ്മുടെ യെല്ലോ പിയോണി ഇതേ അവിടെ നിന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മുരിങ്ങയുടെ ഇലകളൊക്കെ വന്നിട്ട് ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി. ഇത് വെട്ടും വെളിച്ച് കൊള്ളട്ടെ ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ നമ്മുടെ 5000 ഇവിടെ ഉണ്ട് കേട്ടോ. 5000 മുട്ടിട്ടിട്ടുണ്ട്. ഇതേ 5000 മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 5000 പ്രത്യേകം എന്താ വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട് 1000 പെറ്റൽസ് ആയിരിക്കും അതിന് ഉണ്ടാവുക, അതിൻ്റെ ലീഫിന്. പിന്നെ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ വിരിയിച്ച് കൊടുക്കണം, കേട്ടോ. കണ്ടില്ലേ, നമ്മൾ വിരിയിച്ച് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകും. അതിനാണ് നമ്മൾ ഈ പൂവ് എപ്പോഴും ഇങ്ങനെ വിരിയിച്ച് കൊടുക്കുന്നത്. ചിലതിന് നമുക്ക് സ്വയം വിരിയാനുള്ള കഴിവുണ്ടാവില്ല. അപ്പം എല്ലാത്തൊക്കെ ഇതങ്ങനെ ചീഞ്ഞ് ഉണങ്ങി പോവും. ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വിരിയിച്ച് കൊടുക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. മുട്ടയൊക്കെ കരിഞ്ഞു പോയി. കണ്ടില്ലേ, ടോട്ടലി എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ പുഴുക്കടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാത്തതുകൊണ്ടായിരുന്നു കേട്ടോ സംഭവം ചീഞ്ഞ് പോയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ KOS കേട്ടോ, കിങ് ഓഫ് സിയാമ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫോട്ടോയിൽ കുറച്ചും കൂടെ കളർ വ്യത്യാസമുണ്ട് കേട്ടോ. അത് ശരിക്കും ഒരു ബ്ലൂ കളറാണ്. അമ്മ അവിടെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. പടതൊക്കെ വലിച്ചെടുത്തിട്ട് വീഡിയോ നടക്കുന്ന മൊത്തം ക്വാളിറ്റി കളക്റ്റാണ് മൊത്തം. ഒരാളെ കഷ്ടപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതുപോലെ തന്നെ ലേതത്തിലേക്ക് വാടിയിട്ട് സൈഡ് സമയം വൈകുന്നേരം ആയതുകൊണ്ടാണ് തോന്നുന്നു വാടിയിട്ടുണ്ട്. ഇല്ലേ, ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോ നമുക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ കേട്ടോ. വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട. ബൈ, സീ യു.